ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പകർന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഭണ്ഡാരടുപ്പിലേക്ക് അഗ്നി പകരാൻ അവിടെ നിന്ന് മേൽശാന്തി പകർന്നു കൊടുത്ത അഗ്നി പകരാനായുള്ള വരവ്, അതിന്റെ ദൃശ്യങ്ങളാണ് ആശംസകൾ. ആറ്റുകാലമ്മേ, നിൻ പാതാരബിന്ദത്തിൽ അനന്തകോടി പ്രണാമം. പൊങ്കാല നിവേദ്യത്തിലുള്ള ദീപം പകർന്ന് ക്ഷേത്രത്തിന്റെ മുൻനടയിലുള്ള പട്ടുപുരയ്ക്ക് മുന്നിലുള്ള ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകരാൻ വരുന്നതിന്റെ തുടക്കമായിരിക്കുന്നു. ഭക്തരെല്ലാം ശരണം വിളികളോടെ നാമജപങ്ങളോടെ കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ്. സമയമായിരിക്കും. ആനന്ദപുരിയാക്കുന്ന മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. അശാശ്വത മോഹങ്ങളും പ്രാപഞ്ചിക വേദനകളും പൊങ്കാല കലങ്ങളിൽ അർപ്പിച്ച് സർവമംഗളമംഗല്യായ ആറ്റുകാലമ്മയ്ക്ക് ഭക്തലക്ഷങ്ങൾ നിവേദിക്കുമ്പോൾ ദക്ഷിണ വൈകുണ്ഠം ശരണം വിളികളാൽ മറ്റൊരു ശബരിമലയാകുന്നു. ആറ്റുകാലമ്മേ, അമ്മയ്ക്ക് അനന്തകോടി പ്രണാമം. അവിടെ ഭണ്ഡാരടുപ്പിലേക്ക് ദീപം പകർന്ന് അവിടെ നിന്ന് കാത്തിരിക്കുകയാണ്. നാമജപങ്ങളോടെയാണ് അവർ കാത്തിരിക്കുന്നത്. സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭക്തി നിർഭരമായ പൊങ്കാല ആശംസകൾ. ഭക്ത കോടികൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞും ആശ്രയിക്കുന്നവർക്ക് അഭയമേകിയും സർവർക്കും ആശ്വാസമരുളുന്ന ആറ്റുകാലമ്മ കലികാല രക്ഷകിയും ക്ഷിപ്രപ്രസാദിയുമാണ്. സ്മിത ഹരിദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയുമായ ആറ്റുകാലമ്മ കുടികൊള്ളുന്ന സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭക്തി നിർഭരമായ പൊങ്കാല ആശംസകൾ. അങ്ങനെ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഭണ്ഡാരടുപ്പിലേക്ക് തീ പകരാൻ പോകുന്നു. അതിനായുള്ള ഒരുക്കങ്ങളാണ് നൽകുന്നത്. അറിയിപ്പ് വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്മിത, തുടരാം. അതെ, കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുന്നു. ഭക്തജനങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി പകരാനായി മേൽശാന്തി എത്തുകയാണ്. ഈ നടയിൽ, ക്ഷേത്ര നടയിലേക്കുള്ള പ്രദക്ഷിണ വഴിയിലൂടെ നടന്ന് ദീപവുമായി എത്തുകയാണ്. ആ ദീപം ഭണ്ഡാര അടുപ്പിൽ തെളിക്കുക എന്നുള്ളതാണ്. ദീപം പകരുന്നതോടെ ഈ പ്രധാന ചടങ്ങിന് തുടക്കമാകും. നാമജപങ്ങളോടെ ഭക്തജനങ്ങൾ ദീപം, ശ്രീകോവിലിൽ നിന്ന് വരുന്ന ദീപം കാഴ്ച കണ്ട് അതൊന്ന് ദർശിക്കുക എന്നുള്ളത് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു കാത്തിരിപ്പ് കൂടിയാണ്, വലിയ ആഗ്രഹമാണ്. ആഗ്രഹപൂർത്തീകരണത്തിന്റെ ഒരു സമയം കൂടിയാണിത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഭണ്ഡാര അടുപ്പിലേക്ക് ദീപം പകരുന്ന ചടങ്ങിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഭക്തസഹസ്രങ്ങൾ നാമജപങ്ങളോടെ കാത്തിരിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികളുണ്ട്, നഗരസഭ മേയറുണ്ട്, രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, ആറ്റുകാൽ ക്ഷേത്ര ഭാരവാഹികളുണ്ട്, ഭക്തജനങ്ങളുണ്ട്. നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ആശംസകൾ എല്ലാ ഭക്തജനങ്ങൾക്കും പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കാവുന്നതാണ്. ആറ്റുകാലമ്മേ, അനന്തകോടി പ്രണാമം. അടുപ്പിൽ തീ കത്തിച്ചു കഴിഞ്ഞു. എല്ലാ ഭക്തജനങ്ങൾക്കും ആനന്ദപുരിയാക്കുന്ന മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല.
എല്ലാ ഭക്തജനങ്ങൾക്കും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭക്തിനിർഭരമായ പൊങ്കാല ആശംസകൾ. അടുപ്പിൽ എല്ലാ ഭക്തജനങ്ങൾക്കും കത്തിക്കാവുന്നതാണ്. അമ്മേ ശരണം, ദേവി ശരണം. ശ്രീ പത്മനാഭന്റെ മഹിമ നിലനിർത്താൻ പ്രത്യക്ഷ അവതാരം ചെയ്ത ദേവിയാണ് ആറ്റുകാലിൽ കുടികൊള്ളുന്നത്. സഹസ്ര കോടി സൂര്യപ്രഭാമയി മഹിഷാസുരമർദ്ദിനിയുമായ ആ ദേവിയുടെ തിരുമുമ്പിൽ ഇതാ കൈകൂപ്പി നിൽക്കുന്നു. ആറ്റുകാലമ്മേ ശരണം. ഇഷ്ടപരധായിനി ശുക്ലപ്രസാദിനിയുമായ ആറ്റുകാലമ്മ കുടികൊള്ളുന്ന സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭക്തി നിർഭരമായ പൊങ്കാല ആശംസകൾ. ആറ്റുകാലമ്മേ അമ്മയ്ക്ക് അനന്തകോടി പ്രണാമം. ആറ്റുകാലമ്മേ ശരണം. എല്ലാ ഭക്തജനങ്ങൾക്കും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭക്തി നിർഭരമായ പൊങ്കാല ആശംസകൾ. ഇഷ്ടവരതായി ഇഷ്ടപ്രസാദിയുമായ ആറ്റുകാലമ്മ കുടികൊള്ളുന്ന സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ആറ്റുകാൽ ഭക്തിപരമായ പൊങ്കാല ആശംസകൾ. പകർന്നിരിക്കുന്നു. അങ്ങനെ എല്ലാ വിശ്വാസികൾ കാത്തിരുന്ന ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. അറിയിപ്പ് വന്നു. കിലോമീറ്ററുകളോളം ദൂരത്തിൽ പൊങ്കാല അടുപ്പ്, പൊങ്കാല നിവേദ്യത്തിനായി ഒരുങ്ങിയിട്ടുള്ള ഭക്തജനങ്ങളുടെ പൊങ്കാല അടുപ്പിലും അവർ തീ പകർന്നിരിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പ് എത്തിയതോടെ ഭക്തജനങ്ങൾക്കും അവരുടെ പൊങ്കാല അടുപ്പുകളിൽ തീ പകരാനുള്ള സമയമായിരിക്കുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചടങ്ങിന് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ വിശ്വാസം അനുസരിച്ച് പഞ്ചഭൂതങ്ങളുടെ സംഗമം. അതുകൊണ്ട് തന്നെയാണ് മൺകലത്തിൽ മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത, സവിശേഷതയാണ്. കാലം എത്ര മാറി വന്നാലും ഈ മൺകലങ്ങളിൽ മാത്രമാണ് കഴിയുന്നത്ര പൊങ്കാല ഇടുക. അതിന് ഒരു കാരണം പറയുന്നത് പൊങ്കാല അടുപ്പിൽ തിളച്ചു വരുന്ന അരിയിട്ടത് തിളച്ചു വരുമ്പോൾ പഞ്ചഭൂതങ്ങളുടെ സംഗമം ആണ് അവിടെ സംഭവിക്കുന്നത്. മണ്ണ്, ജലം, വായു, സൂര്യൻ. അങ്ങനെ മണ്ണുണ്ട്, ജലം, വായു, സൂര്യൻ, അഗ്നി, അങ്ങനെ പഞ്ചഭൂതങ്ങളുടെ ഒരു സംഗമം, അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് വിശ്വാസം. ആ വിശ്വാസം അതുപോലെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്ര പരിസരം. ആറ്റുകാൽ ക്ഷേത്ര പരിസരം എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ പറയുമ്പോൾ തിരുവനന്തപുരം നഗരം ഒന്നാകെ ആറ്റുകാൽ ക്ഷേത്രമുറ്റമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെയുള്ള എല്ലാ മൈതാനങ്ങളിലും എവിടെ കുറച്ചെങ്കിലും സ്ഥലം കിട്ടുന്നോ അവിടെയൊക്കെ പൊങ്കാല അടുപ്പുണ്ട്. അവിടെയെല്ലാം ഇപ്പോൾ അഗ്നി പകർന്നിരിക്കുന്നു. ഇനിയുള്ള സമയം നിവേദ്യം തിളച്ച് മറിഞ്ഞ് അതിൽ നെയ്യ് നിവേദിച്ച്, ഇവിടെ ഈ പണ്ടാര അടുപ്പിൽ പൊങ്കാലയിടുന്നതിൻ്റെ ഒരു പ്രത്യേകത നെയ്യാണ്. നാളികേരം, ശർക്കര, തേങ്ങ, ശർക്കര, നാളികേരം, അരി, അതോടൊപ്പം നെയ്യിലാണ് ഇതുണ്ടാക്കുന്നത്. നെയ്യ് ഇങ്ങനെ പകർന്ന് തിളയ്ക്കും വരെ നെയ്യ് പകർന്നു കൊടുത്ത്, അങ്ങനെ അതൊരു ചടങ്ങ് തന്നെയാണ്, അതൊരു വിശ്വാസം ആണ്. ആ രീതിയിൽ കൂടുതൽ ഭക്തരും ആ രീതിയിൽ തന്നെയാണ് പൊങ്കാല നിവേദ്യം സമർപ്പിക്കാറ്. ഇനി 2 ഉച്ചയോടുകൂടി ഒരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിൽ കൃത്യസമയത്ത് ഇതുപോലെ തന്നെ ശ്രീകോവിലിൽ നിന്നുള്ള അല്ലെങ്കിൽ തിടപ്പള്ളിയിലെ നേദ്യം പകർന്ന്
ഇവിടെ തീർത്ഥജലം തളിച്ച് കഴിയുമ്പോഴാണ് ഭക്തർക്ക് 350ഓളം ശാന്തിമാരുണ്ട്. ഇവിടെ നിന്ന് അവർ പുറത്തേക്കിറങ്ങിയ ഭക്തരുടെ പൊങ്കാലക്കലങ്ങളിൽ തീർത്ഥം തളിച്ച് കഴിയുമ്പോൾ അത് ദേവിക്ക് നിവേദ്യമായി മാറിക്കഴിഞ്ഞു എന്നാണ് വിശ്വാസം. അത് കഴിഞ്ഞ് അല്പം നിവേദ്യം അല്ലെങ്കിൽ പൊങ്കാല അത് അല്പം ഭുജിച്ചതിന് ശേഷം വ്രതം മുറിക്കുന്നു. ഇത്ര ദിവസങ്ങളായുള്ള വ്രതാനുഷ്ഠാനങ്ങളുടെ ചടങ്ങുകൾക്ക് അപ്പോഴാണ് ഉച്ചയോടുകൂടിയാണ് പരിസമാപ്തിയാവുക. ഇപ്പോൾ എന്തായാലും കാത്തിരുന്ന ആ ഒരു നിമിഷം നമ്മൾ പറഞ്ഞതുപോലെ വലിയ തിരക്കായിരുന്നു. ഇന്നലെ മാത്രമല്ല 3-4 ദിവസം മുമ്പ് തന്നെ വലിയ ഭക്തരുടെ നിര നമ്മൾ കണ്ടിരുന്നു. അവർ കാത്തിരുന്ന ആ ഒരു നിമിഷത്തിനാണ് ഇപ്പോൾ ഒരു തുടക്കമായിട്ടുള്ളത്. പൊങ്കാലയിലേക്ക് പണ്ടാര അടുപ്പിലെ പൊങ്കാല കലത്തിൽ വെള്ളം ഒഴിച്ച് അതിൽ അരിയിട്ട് തിളച്ച് ശർക്കരയും നാളികേരവും ഇട്ട് നെയ്യ് അഭിഷേകം, അങ്ങനെ അത് ഒരു 2 മണിക്കൂർ നേരമെങ്കിലും 2-3 മണിക്കൂറോളം എടുക്കുമെന്നുള്ളതാണ് കണക്ക്. 2 മണിക്കൂർ നേരമെങ്കിലും അത് തിളച്ച് അതിനുശേഷം അടച്ചിട്ട് കാത്തിരിപ്പാണ്. പിന്നെ ദേവിയുടെ ശ്രീകോവിലിൽ നിന്നുള്ള തീർത്ഥജലം എത്തുന്നതിനുള്ള കാത്തിരിപ്പിലായിരിക്കും. തടപ്പള്ളിയിൽ നിന്നുള്ള നേദ്യം വന്ന് അതിനുശേഷം പണ്ടാര അടുപ്പിലെ നേദ്യത്തിലും തീർത്ഥം തളിച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് അവരുടെ തീ പകർന്നു കഴിഞ്ഞു. അവിടെ ചടങ്ങുകൾ പുരോഗമിക്കും.